സുഗമോദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ നന്ദൻ എവിടെയാണെന്നുള്ള സത്യം പ്രഭാവതിക്ക് മുന്നിൽ സിദ്ധാർത്ഥൻ കാണിച്ചു കൊടുക്കുന്ന ഒരു എപ്പിസോഡായിട്ടെന്ന് വരാൻ പോകുന്നത്. എന്തായാലും കെവിൻ വന്നിട്ട് ഈ പ്രഭാവതിയോട് പറയുന്നുണ്ട് നന്ദനെ മധുരയിൽ വെച്ച് കണ്ടുവെന്ന്. ആ സമയം പ്രഭാവതി അത് വിശ്വസിക്കണമുണ്ട്. അതിൻ്റെ പേരിൽ പ്രഭാവതി സിദ്ധുവായിട്ട് വഴക്കിടുമ്പം സിദ്ധു ഹരിയേട്ടനെ വിളിച്ച് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹരിയേട്ടൻ എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതെല്ലാം ഹൈഡ് ചെയ്താണ് കാണിക്കുന്നത്. കെവിനാണെങ്കിൽ ഈ പ്രഭാവതിയുടെ അടുത്ത് വന്നിട്ട് നേരെ ചെല്ലുന്നത് ഇസബല്ലയുടെ അടുത്തേക്കാണ്. എന്നിട്ട് ഇസബല്ലയോട് പറയുന്നുണ്ട് എന്തായാലും നന്ദന എവിടെയാണെന്നുള്ളത് ചന്ദ്രോത്ത് ആർക്കും അറിയില്ല എന്ന് പറയുമ്പം അതെങ്ങനെ നിനക്ക് ഉറപ്പിക്കാൻ പറ്റുമെന്ന് ചോദിക്കുന്ന സമയത്ത് കെവിൻ പറയുന്നുണ്ട് പ്രഭ്യാൻറ്റിയുടെ സങ്കടവും കരച്ചിലും കാണുമ്പോൾ തന്നെ അറിയാം നന്ദന എവിടെയാണെന്ന് പ്രഭ്യാൻറ്റിക്ക് അറിയില്ല. അത് മാത്രമല്ല മധുരയിൽ വെച്ച് നന്ദനെ കണ്ടെന്ന് പറഞ്ഞപ്പം അപ്പോൾ തന്നെ നന്ദനെ അന്വേഷിച്ച് പോകണമെന്നാണ് പ്രഭ്യാൻറ്റി പറഞ്ഞ്. പിന്നീട് കണ്ട ആൾക്ക് ഉറപ്പൊന്നുമില്ല എന്ന് ഞാൻ പറഞ്ഞതിന് ശേഷം പ്രഭ്യാൻറ്റി അതിൽ നിന്ന് പിന്മാറിയത്. എന്തായാലും പ്രഭ്യാൻറ്റിക്ക് ഈ കാര്യങ്ങളൊന്നും അറിയില്ല എന്ന് പറയുമ്പം ഇസബല്ല പറയുന്നുണ്ട് ഇനിയിപ്പോൾ പ്രഭ്യാൻറ്റിക്ക് മാത്രമാണോ അറിയാത്തത്, ദേവികയ്ക്കും സിദ്ധാർത്ഥനൊക്കെ അറിയാമെങ്കിലോ എന്ന് ചോദിക്കുമ്പോൾ അതെനിക്കറിയില്ല. എന്തായാലും അവർക്ക് സംശയം ഉണ്ടെങ്കിൽ അവരിപ്പോൾ തന്നെ മധുരയ്ക്ക് നന്ദനെ അന്വേഷിച്ച് പോകാൻ തയ്യാറാവും. അങ്ങനെ അവർ പോകാൻ തയ്യാറായ എന്തായാലും അവർ നിന്നെ അന്വേഷിച്ച് വരും. അപ്പോൾ നീ അവരുടെ കൂടെ പോകാൻ റെഡിയായി നിന്നോളണം, അവരുടെ കൂടെ പോവുകയും ചെയ്യണം, അവർക്കൊരു സംശയവും തോന്നരുതെന്ന്. ആ സമയത്ത് കെവിൻ പറയുന്നുണ്ട് എനിക്കും അങ്ങനെ തന്നെ തോന്നുന്നുണ്ട്, പ്രഭ്യാൻറ്റി എത്രയും പെട്ടെന്ന് നന്ദനെ തേടി മധുരയ്ക്ക് പോകാൻ സാധ്യതയുണ്ടെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ അരുന്ധതി തന്നെയാണ്. അരുന്ധതി പറയുന്നുണ്ട് എന്തായാലും കെവിൻ ചെന്ന് പറഞ്ഞതനുസരിച്ച് പ്രഭാവതിക്ക് ഭയങ്കര സങ്കടമുണ്ട്, പ്രഭാവതിക്ക് സത്യങ്ങളൊന്നും അറിയില്ല. ഇനിയിപ്പോൾ ദേവിക പറഞ്ഞതുപോലെ തന്നെ നന്ദൻ മറിഞ്ഞിരിക്കുന്നത് നമ്മളെ കൊലപ്പെടുത്താനാണോ എന്ന് സംശയമുണ്ട്. ആ സമയത്ത് ഋഷി പറയുന്നുണ്ട് അതൊക്കെ ദേവിക ഭീഷണിപ്പെടുത്താൻ വേണ്ടി പറയണേ ആയിരിക്കും എന്ന് പറയുമ്പോൾ അതൊന്നും അല്ല, ഇനിയിപ്പോൾ ഭീഷണിയായിട്ട് പറയണയാണെങ്കിലും നമ്മൾ പേടിക്കണം, അതുപോലെ ദേവിക ശരിക്കും പറയണതാണെങ്കിലും നമ്മൾ പേടിക്കണം. എന്തായാലും രണ്ടും അപകടകരമാണെന്ന് പറയുമ്പോൾ സി പി പറയുന്നുണ്ട് അത് നേരെ മേഡെന്ന്. എന്നിട്ട് ഇനി എന്താ മേഡം പ്ലാൻ ചെയ്തേക്കണേന്ന് ചോദിക്കുമ്പോൾ എൻ്റെ തീരുമാനം ഒന്നേ ഉള്ളൂ, എത്രയും പെട്ടെന്ന് ഋഷി നാട് വരണം, ഈ നാടെന്നല്ല ഈ രാജ്യം തന്നെ വിട്ടു പോകണം, ദുബായിലേക്കോ എങ്ങോട്ടെങ്കിലും പോയിക്കോ, അതിനുവേണ്ട ഏർപ്പാടെല്ലാം ഞാൻ ചെയ്തേക്കാം. സി പി ഇന്ന് തന്നെ ഇവർക്ക് പോകാനുള്ള വിസയും ടിക്കറ്റൊക്കെ റെഡിയാക്കണം, കഴിയുന്നതും വേഗം ഇവിടുന്ന് പോകണമെന്ന് പറയുമ്പോൾ ഋഷിയാണെങ്കിൽ പറയുന്നുണ്ട് ഞാനിവിടുന്ന് എങ്ങോട്ടും പോകണില്ല, ഞാൻ തുടങ്ങി വെച്ച കാര്യങ്ങൾ പൂർത്തിയാക്കാതെ ഞാൻ എങ്ങും പോകുമെന്ന് വിചാരിച്ച് അമ്മ ഇരിക്കണ്ടെന്ന് പറയുമ്പം അരുന്ധതി പറയുന്നുണ്ട് എൻ്റെ ജീവനോടെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയണത് നീ അനുസരിക്കണം, ഇല്ലെങ്കിൽ പിന്നെ ഞാൻ ജീവനോടെ ഉണ്ടാവില്ല എന്ന് പറയുന്നു. ആ സമയത്ത് ഋഷിയാണെങ്കിൽ അമ്മ എന്ത് പറഞ്ഞാലും ഞാൻ ഇവിടുന്ന് പോകില്ല എന്ന് പറഞ്ഞ് ദേഷ്യം പിടിച്ച് അങ്ങോട്ട് പോകുന്ന സമയത്ത് സി പി പറയുന്നുണ്ട് മേഡം ഇപ്പം നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ട സമയമല്ലേ, ആ സമയത്ത് മേഡം ഇങ്ങനെ പെരുമാറി എങ്ങനെ ശരിയാവണേന്ന് പറയുമ്പോൾ സി പിക്ക് കാര്യങ്ങൾ അറിയില്ലാത്തത് കൊണ്ടാണ് നന്ദൻ എന്തൊക്കെ തീരുമാനിച്ചാൽ മാറി നിൽക്കണേന്ന് പറയാൻ പറ്റില്ല. എന്തായാലും ഋഷിയെ ഇവിടുന്ന് എത്രയും പെട്ടെന്ന് മാറ്റണം, ഇല്ലെങ്കിൽ അത് കൂടുതൽ കുഴപ്പമാവും, എനിക്ക് അവനെ ജീവനോടെ തന്നെ വേണമെന്ന്. പിന്നീട് നമ്മളുടെ ദേവികേനോട് മാധവനൊക്കെ ചോദിക്കുന്നുണ്ട് നന്ദനെക്കുറിച്ച് എന്തെങ്കിലും വിവരം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ദേവിക പറയുന്നുണ്ട് അച്ഛനും അമ്മയും സമാധാനമായിട്ടിരിക്കുക, അധികം വൈകാതെ തന്നെ നന്ദുവിനെ കുറിച്ച് എന്തെങ്കിലും അറിയാൻ പറ്റുമെന്ന്. ഇതേസമയം രജനിയാണെങ്കിൽ ഭയങ്കര ടെൻഷനിലും കരച്ചിലുമാണ്. അന്നേരം ഗിരി പറയുന്നുണ്ട് എന്തിനാ രജനി നീ ഇങ്ങനെ ടെൻഷനാവണേന്ന് ചോദിക്കുമ്പം ഇപ്പം അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു, അമ്മ പറഞ്ഞു നന്ദനെ മധുരയിൽ വെച്ച് കണ്ടെന്ന്, എന്നിട്ട് ആരും അന്വേഷിക്കാൻ പോവാത്ത എന്താ ഗിരി എന്ന് ചോദിക്കുമ്പോൾ നിനക്ക് എന്താ രജനി ആരെങ്കിലും പറഞ്ഞെന്നും പറഞ്ഞാൽ അതിൻ്റെ പുറകെ ഓടുവാണോ എന്ന് ചോദിക്കുമ്പം എനിക്കിപ്പോൾ എല്ലാം മനസ്സിലാവുന്നുണ്ട്, ദേവികയും അച്ഛനും ഗിരിയും എല്ലാം നന്ദനെ ഒഴിവാക്കിയ മട്ട, അമ്മയ്ക്കും എനിക്ക് മാത്രം നന്ദൻ്റെ കാര്യത്തിൽ വിഷമമുള്ളൂ, അതിന് മാത്രം അവൻ നിങ്ങളോടൊക്കെ എന്ത് ദ്രോഹ ചെയ്തതെന്നും ചോദിച്ച് ഗിരീനെ കുറേ കുറ്റപ്പെടുത്തുന്നുണ്ട്. ആ സമയത്ത് ഗിരി പറയുന്നുണ്ട് ഇപ്പോൾ കുറ്റപ്പെടുത്തുമ്പം അത് ഏൽക്കാനല്ലാതെ എനിക്ക് വേറെ ഒന്നും പറ്റില്ല എന്ന് പറഞ്ഞ് ഗിരി അങ്ങോട്ട് പോകുന്നുണ്ട്. പിന്നീട് നമ്മളുടെ ചന്ദ്രമതിയെ വിളിച്ച് പ്രഭാവതി സങ്കടം പറയുമ്പം ചന്ദ്രമതി പറയുന്നുണ്ട് ഞാനിപ്പോൾ തന്നെ ചന്ദ്രത്തേക്ക് വരാമെന്ന്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞത് നമ്മളുടെ ചന്ദ്രമതി ചന്ദ്രത്തേക്ക് വരുന്നുണ്ട്. ചന്ദ്രമതിനെ കണ്ടതും പ്രഭാവതി നന്ദനെ കാണാനില്ലാന്നും അതുപോലെ സിദ്ധാർത്ഥന് അന്വേഷണത്തിൽ വലിയ താല്പര്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം ചന്ദ്രമതി പറയുന്നുണ്ട് സിദ്ധുവിന് താല്പര്യമില്ലെങ്കിൽ പേടിക്കണ്ട, ഞാനില്ലേ പ്രഭയുടെ കൂടെ, നമുക്കിപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിൽ പോയി വേറൊരു കംപ്ലയിൻറ്റ് കൂടി കൊടുക്കാമെന്ന്. അങ്ങനെ ഇവർ കംപ്ലയിൻറ്റ് കൊടുക്കാനായിട്ട് ഇറങ്ങുന്ന സമയത്ത് നമ്മളുടെ സിദ്ധാർത്ഥനാണെങ്കിൽ ഹരിയേട്ടനെ വിളിക്കുന്നുണ്ട്. ഹരിയേട്ടനോട് എന്നിട്ട് കാര്യങ്ങൾ പറയുമ്പോൾ ഹരിയേട്ടൻ എന്തൊക്കെയോ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതനുസരിച്ച് ഈ ചന്ദ്രമതിയും പ്രഭാവതിയും പോകാനായിട്ട് ഇറങ്ങുമ്പോൾ സിദ്ധു തടയുന്നുണ്ട് പോകരുതെന്നും പറഞ്ഞ്. അന്നേരം പ്രഭാവതി പറയുന്നുണ്ട് ഇല്ല സിദ്ധു എത്ര തടഞ്ഞാലും ഞാൻ പോകുമെന്നും പറഞ്ഞ് വാശി പിടിച്ച് നിൽക്കുമ്പം ഈ പ്രഭാവതിയുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നുണ്ട്. അന്നേരം പ്രഭാവതി എടുത്ത് കോൾ എടുക്കാൻ പറയുമ്പം പ്രഭാവതി പറയുന്നുണ്ട് സിദ്ധു വിളിച്ച് പറഞ്ഞിട്ട് ആരോ എന്നെ തടയാൻ വേണ്ടി വിളിക്കുന്നതാ, എന്തായാലും ഞാൻ ആ കോൾ അറ്റൻഡ് ചെയ്യണില്ല എന്ന്.
ആ സമയത്ത് ചന്ദ്രമതി സിദ്ധാർത്ഥനും പറയുന്നുണ്ട് കോൾ അറ്റൻഡ് ചെയ്യാൻ. പക്ഷേ പ്രഭാവതി പറയുന്നുണ്ട് ഇല്ല, എന്നെ തടയാൻ വേണ്ടിയുള്ള വിളിയ, എന്തായാലും ഞാനത് എടുക്കാൻ പോണില്ല എന്ന് പറഞ്ഞതും ചന്ദ്രമതിയാണ് ഈ പ്രഭാവതിയുടെ ഇന്ന് ബലമായിട്ട് ഫോൺ വാങ്ങി നോക്കിയതും വീഡിയോ കോളാണെന്ന് മനസ്സിലാവുന്നുണ്ട്. എന്നിട്ട് ചന്ദ്രമതി പറയുന്നുണ്ട് വിളിക്കണത് ആരാണെങ്കിലും വീഡിയോ കോളാല വിളിക്കണേ, ഞാനൊന്ന് എടുത്തു നോക്കട്ടെ എന്നും പറഞ്ഞ് കോൾ അറ്റൻഡ് ചെയ്തതും ചന്ദ്രമതി കാണുന്നത് ആ വീഡിയോ കോളിൽ നന്ദനയാണ്. നന്ദന ആ സമയത്ത് അമ്മ എന്തേന്ന് ചോദിച്ചതും വേഗം തന്നെ ചന്ദ്രമതി പ്രഭാവതിയുടെ കയ്യിലേക്ക് ഫോൺ കൊടുത്തിട്ട് ദേ പ്രഭേ ഫോണിൽ ആരാന്ന് നോക്കിയെന്ന് പറയണു. അങ്ങനെ നമ്മളുടെ പ്രഭാവതി ഫോണിലേക്ക് നോക്കിയതും വീഡിയോ കോളിൽ നന്ദനെ കണ്ട് പ്രഭാവതി ആണെങ്കിൽ ഇങ്ങനെ ആകെ അത്ഭുതത്തോടുകൂടി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ആ ഒരു സീനിലാണ് കേട്ടോ ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. എന്തായാലും നന്ദൻ എവിടെയാണെന്നുള്ള സത്യങ്ങളെല്ലാം പ്രഭാവതിയും ചന്ദ്രമതിയും അതുപോലെ ചന്ദ്രോത്തുള്ളവർ എല്ലാവരും അറിയുന്ന എപ്പിസോഡ് തന്നെയാണ് വരാൻ പോകുന്നത്. ഇനിയിപ്പോൾ നന്ദൻ അധികം മറിഞ്ഞു നിൽക്കുകയൊന്നുമില്ല. അടുത്ത എപ്പിസോഡിൽ തന്നെ നന്ദൻ എല്ലാവരുടെയും മുന്നിലേക്ക് വരുന്ന എപ്പിസോഡാണ്. എന്തായാലും നന്ദനെ മാറ്റി നിർത്തിയേക്കുന്നത് ദേവികയും ഗിരീഷും സിദ്ധാർത്ഥനൊക്കെ ചേർന്ന് തന്നെയാണ്. കാരണം വേറെ ഒന്നുമല്ല, ഈ ശാരിക വന്നിട്ട് നന്ദനെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ അന്ന് തന്നെ നമ്മളുടെ ഗിരീശൻ തന്നെയായിരിക്കാം നന്ദനെ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ടാവുക. അത് ഗിരീഷിന് ആരോടും പറയാതിരിക്കണതാണ്. ഈ സത്യങ്ങളൊക്കെ നമ്മളുടെ സിദ്ധാർത്ഥനും ദേവികയ്ക്കും ഗിരീഷിനും അതുപോലെ ഹരിയേട്ടനും മാത്രമേ അറിയുള്ളൂ. എന്തായാലും ഇനി ബാക്കിയുള്ളവരും സത്യങ്ങൾ അറിയുന്ന എപ്പിസോഡാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.